വിനീത, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്രേക്കിംഗ് വാർത്തയാണിത്. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇന്നിപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി വാർത്തയാക്കി മാറ്റിയതും നമ്മളടക്കം ആ വാർത്തയുടെ പിന്നാലെ പോകുന്നതും. നമ്മൾ ആ വാർത്ത കിട്ടുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായ കോപ്പി റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. അതോടൊപ്പം തന്നെ EP ജയരാജന്റെ എക്സ്ക്ലൂസീവ് ബൈറ്റ് നമ്മൾ പുറത്തുവിട്ടു. ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വിനീത, അങ്ങനെയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്ത വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. അഥവാ ആ വാർത്തയിൽ DC-യിൽ നിന്നുള്ളൊരു ലീഡ് ഇല്ലാതെ ടൈംസ് ഓഫ് ഇന്ത്യ ഇതിന്റെ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ DC അതിന്റെ പ്രസാധന കർമ്മം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ EP ജയരാജൻ പറഞ്ഞതിൽ അന്തിമ കരാർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ കരാർ ഒപ്പിട്ട് നൽകിയിട്ടില്ല എന്നതിൽ വസ്തുതയുണ്ട് എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക് വിനീത? അത് തന്നെയാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഇത് വിനയായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ ഒരു പുസ്തകം പുറത്തു വരികയാണെന്ന് വെക്കുക, അതിലേതെങ്കിലും ഒരു വിവാദം ആ ഭാഗം വാർത്തയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയി പുറത്തു വരും. അത് വലിയ ചർച്ചയാകും. അതിന് പിന്നാലെ പുസ്തകം ചൂടൊപ്പം പോലെ വിറ്റഴിക്കും. ഒന്നാം പതിപ്പും രണ്ടാം പതിപ്പും ഒക്കെ ഒരാഴ്ചക്കകം തന്നെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഈ പ്രസാധകർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ തെറ്റിപ്പോയത് EP ജയരാജൻ വെറുമൊരു എഴുത്തുകാരനല്ല. അദ്ദേഹം കേരളത്തിലെ CPM-ന്റെ സമുന്നതനായ നേതാവാണ്. LDF കൺവീനർ ആയിരുന്ന ആളാണ്. പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള EP ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും അതിൽ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നെയാണ്. പക്ഷേ ആ വിവാദ വിഷയങ്ങളെല്ലാം തന്നെ EP-യുടെ വിശദീകരണം എന്ന മട്ടിലാണ് ആത്മകഥയിൽ അവതരിപ്പിക്കപ്പെടേണ്ടതും അത് EP-യുടെ തന്നെ ഭാഗമായി വരേണ്ടതും. EP ജയരാജൻ അത്തരത്തിൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിമർശനാത്മകമായി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകാം, അതിന്റെ ഡ്രാഫ്റ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് EP ജയരാജൻ പൂർണ്ണ ത്തോടെ അദ്ദേഹത്തിന്റെ അനുമതിയോടെ പ്രസിദ്ധീകരിക്കാൻ നൽകുന്ന ഭാഗം മാത്രമാണ്. അതിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാകാം, പല ഭാഗങ്ങളും വെട്ടിക്കളഞ്ഞേക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഡയറി കുറിപ്പ് എഴുതുന്നത് പോലെയാണ് ഈ ഭാഗം എഴുതിയതെങ്കിൽ പോലും അത് പുറത്തു വരാനേ പാടില്ല. അതെങ്ങനെ പുറത്തു വന്നത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യവും അതിലെ ഗൂഢാലോചനയും ഇത് തന്നെയാണ് EP ജയരാജൻ ആരോപിക്കുന്നത്. ഇത് പുസ്തകം വിറ്റഴിക്കാൻ മാത്രമുള്ള ഒരു സ്ട്രാറ്റജിയാണോ, അതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണോ, അതല്ല ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. EP ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് എക്സ്ക്ലൂസീവായിട്ട് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെക്കൻഡ് പിണറായി ഗവൺമെന്റ് ഈസ് വീക്ക്, പാർട്ടി നെവർ ഹെഡ് മീ ഔട്ട് എന്ന തലക്കെട്ടോടു കൂടിയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത ഇന്ന് പുലർച്ചെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നിറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ എക്സ്ക്ലൂസീവ് വാർത്തയാണ് നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് വാർത്തയിലെ പ്രധാനപ്പെട്ട ലീഡ് എന്ന് പറയുന്നത് തന്നെ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന വാദം. ഇന്ന് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ ഈ കവർ പേജ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേജ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ഈ വാർത്ത പുറത്തുവിട്ടത്, ഈ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. അതിനുശേഷം മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കറക്ഷൻസ് നെസസറി ഇൻ പാർട്ടി ഫ്രം ടോപ്പ് ടു ബോട്ടം, അടിമുടി പാർട്ടിയിൽ മാറ്റം വേണം എന്ന് പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യ ലീഡാക്കിയിട്ടുണ്ട്. CPM നീഡ്സ് ടു ഇൻട്രോസ്പെക്ട് വൈ പീപ്പിൾ റിജക്ടിങ് LDF. CPM LDF-നെ ജനങ്ങൾ നിരാകരിക്കുന്നത് എന്താണ് എന്നത് ആഴത്തിൽ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ടൈം വിൽ പ്രൂവ് ഇഫ് P. Sarin's candidature right or not. P. Sarinനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് മറ്റു ദൃശ്യമാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കൂടി EP ജയരാജന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടി പ്രസിദ്ധീകരിച്ചത്. തിരഞ്ഞെടുപ്പ് നടത്ത വരുമ്പോൾ നമ്മൾ അന്വേഷിച്ചു, ഇത് EP ജയരാജന്റെ കൺസെന്റോട് കൂടിയുള്ള ആത്മകഥയാണോ? പ്രത്യേകിച്ച് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം വലിയ ചർച്ചയാവുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും EP പ്രതിരോധത്തിലാക്കുന്ന വാർത്ത വരുമ്പോൾ നമ്മൾ EP-യോട് ചോദിക്കുന്നു. EP ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്ത നിഷേധിക്കുകയാണ്. മാത്രവുമല്ല DC ബുക്സിന് അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി DC ബുക്സും വെട്ടിലായി. DC ബുക്സ് ഇന്ന് നിശ്ചയിച്ചിരുന്ന പ്രകാശന കർമ്മം നീട്ടിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു.